Hey everyone, welcome back to my YouTube channel. സോ ഹായ് ഗൈസ്, എനിക്കറിയാം ഞാൻ കുറേ നാൾ കൂടിയിട്ടാണ് വീഡിയോ ഇടുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ ഒരു 3-4 വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ട് ഐ ജസ്റ്റ് ഡിസപ്പിയർഡ്. വേറെ ഒന്നുമല്ല, എനിക്ക് സമയം കിട്ടുന്നുണ്ടായില്ല, പിന്നെ മടിയുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൺഡേ ടു ഫ്രൈഡേ ജോബിന് പോകും, പിന്നെ സാറ്റർഡേ സൺഡേ കിട്ടുന്നത്. അപ്പോൾ സാറ്റർഡേ സൺഡേ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവും. എന്ന് വെച്ചാൽ ഒന്നേ നമ്മൾ വീട്ടിൽ പോവും, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോവും, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഇങ്ങോട്ട് വരും, അല്ലെങ്കിൽ എന്തെങ്കിലും കല്യാണം അങ്ങനെയൊക്കെ ഫങ്ഷൻസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവും. ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ പോകാനുണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് വ്ളോഗ് എടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ടയറിങ് ആവും. ഇത് ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ എനിക്കതിങ്ങനെ മടുപ്പിച്ച് ചെയ്യണം എന്നില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇറ്റ്സ് ബെറ്റർ ടു ടേക്ക് എ ബ്രേക്ക് എന്ന് ഓർത്തിട്ടാണ് ഞാനൊരു ബ്രേക്ക് എടുത്തത്. പക്ഷെ ബ്രേക്ക് കുറച്ച് നീണ്ടു പോയെന്ന് തോന്നുന്നു. സോ അതാണ്. പിന്നെന്താ, എൻ്റെ അടുത്ത് ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബർത്ത്ഡേ ആയിരുന്നു എൻ്റെയും ഹരീൻ്റെയും ഈ ഒരു ലാസ്റ്റ് 2 വീക്സ് ആയിട്ട്. അപ്പോൾ ബർത്ത്ഡേ വ്ളോഗ് എടുത്തിട്ടുണ്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇല്ല, ഞങ്ങളൊന്നും എടുത്തിട്ടില്ല. ബിക്കോസ് ഒന്നാമത്തെ ഫ്ലാറ്റിൽ ഞാൻ ഹരി മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ചെറുതായിട്ട് എല്ലാ വർഷവും ചെറുതായിട്ട് ഡെക്കോറൊക്കെ ചെയ്യാറുണ്ട്. അപ്പം ആൾ തന്നെ വീഡിയോ കൂടെ എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് ഭയങ്കര ഒരു ടയറിങ് ആയിട്ട് പോകും. സോ നമ്മൾ നേരത്തെ ഡിസൈഡ് ചെയ്തായിരുന്നു വ്ളോഗൊന്നും എടുക്കണ്ട എന്നുള്ളത്. സോ ബർത്ത്ഡേ വ്ളോഗ്സ് വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നവരോട് നോ, ഞാനൊന്നും എടുത്തിട്ടില്ല. സോ അപ്പം ഇതൊക്കെ ഞാൻ പറയാൻ വേണ്ടി വെച്ചിരുന്ന കാര്യങ്ങളാണ്. പിന്നെ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് മോർ കൈൻഡ് ഓഫ് ഒരു എന്താ പറയുക, ഒരു വീക്കെൻഡ് സ്കിൻ കെയർ റുട്ടീൻ പോലെയാണ്. സ്കിൻ കെയർ റുട്ടീൻ അല്ല, ഒരു സ്കിൻ റീസെറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു റുട്ടീൻ. എനിക്ക് കുറേ പേര് DM ചോദിക്കാറുണ്ട് ഞാൻ എന്തൊക്കെ പ്രോഡക്റ്റ്സ് ആണ് രാവിലെ യൂസ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഈവനിങ് റുട്ടീൻ എന്നൊക്കെ ചോദിക്കലുണ്ട്. അപ്പം പെർട്ടിക്കുലർലി ഇതൊരു ഡേ റുട്ടീൻ അല്ലെങ്കിൽ ഒരു നൈറ്റ് റുട്ടീൻ അങ്ങനെയല്ല. ഇറ്റ്സ് മോർ ലൈക്ക് ഒരു എന്താ പറയുക, ഞാനിതെപ്പോഴും ചെയ്യുന്നത് വീക്കെൻഡിലാണ്. ആൻഡ് എൻ്റെ വീക്കെൻഡ് എന്ന് പറയുന്നത് ഒരു തേഴ്സ്ഡേ പോലെയാണ്. ബിക്കോസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫ്രൈഡേ വർക്ക് ഫ്രം ഹോമാണ്. അപ്പം ഞാൻ തേഴ്സ്ഡേ ആണ് എപ്പോഴും ഇത് ചെയ്യാറ്. കാരണം കുറച്ച് കഴിഞ്ഞിട്ട് ഇത് കുറച്ച് എക്സ്ഫോളിയേഷനും പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് സ്കിന്നൊന്ന് കാമാവാൻ വേണ്ടിയിട്ടും ഡയറക്റ്റ് ഒരു സൺ എക്സ്പോഷർ ഒന്നും വരാത്തൊരു ദിവസമാണ് എനിക്ക് നെക്സ്റ്റ് ഡേ. ഫ്രൈഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർണിംഗ് എപ്പോഴും വർക്ക് ഉള്ളതുകൊണ്ട് വീട്ടിൽ തന്നെയായിരിക്കും, പുറത്തൊന്നും പോകുന്നുണ്ടാവില്ല. അപ്പോൾ സൺ എക്സ്പോഷർ ഒന്നും അധികം അടിക്കാത്തൊരു ടൈം എനിക്ക് ഫ്രൈഡേ കിട്ടുന്നതുകൊണ്ട് ഞാൻ എപ്പോഴും ഇത് ചെയ്യുന്നത് തേഴ്സ്ഡേ നൈറ്റ് ആയിരിക്കും ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾ ഇൻ കേസ് ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അങ്ങനത്തെ ഒരു ഡേ നോക്കിയിട്ട് അധികം ഒരു സൺ എക്സ്പോഷർ ഒന്നും നെക്സ്റ്റ് ഡേയ്സിൽ അറ്റ്ലീസ്റ്റ് ഒരു നെക്സ്റ്റ് 24 hours കിട്ടാത്ത ഒരു ടൈം നോക്കിയിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആക്ച്വലി സ്കിൻ കെയർ വീഡിയോസ് ചെയ്യുമ്പോൾ ഞാൻ കുറച്ചൊരു അലേർട്ട് മോഡിലാണ്. ബിക്കോസ് പല ആൾക്കാർക്കും പല സാധനങ്ങളായിരിക്കും വർക്ക് ആവുന്നുണ്ടാവും. ചിലപ്പം വാട്ട്സ് യൂസ് ഫോർ യുവർ സ്കിൻ മൈ നോട്ട് വർക്ക് ഫോർ മൈ സ്കിൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്കാണ് നമ്മുടെ സ്കിന്നിനെ ഏറ്റവും കൂടുതൽ അറിയുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ സ്കിന്നാണ് എന്താണോ ബെറ്റർ അത് നോക്കിയിട്ട് ചെയ്യുക. ആൻഡ് ഓൾസോ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ഈവൻ എഫ് കുറേ ആൾക്കാരത് യൂസ് ചെയ്തിട്ട് വർക്കായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഓൾവേസ് ഡു എ പാച്ച് ടെസ്റ്റ് ബിഫോർ യൂസിങ് എനി പ്രോഡക്റ്റ്. ബിക്കോസ് നമുക്ക് നമ്മുടെ സ്കിന്നിന് വർക്ക് ആവണമെന്നില്ല. സോ ഞാനതൊരു ഡിസ്ക്ലെയിമർ പോലെ പറഞ്ഞതാണ്. സോ അപ്പം ഞാൻ എൻ്റെ സെൽഫ് കെയർ ബോക്സിൽ ഇവിടെ ഞാൻ എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ നിന്ന് ഞാൻ പുറത്തെടുക്കേണ്ടി വരും, കാരണം ഞാൻ ഇതിൽ നിന്ന് എടുക്കാൻ നോക്കിയപ്പോൾ ഞാൻ ഒരു ഷോയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്, പക്ഷെ അതിൽ നിന്ന് എടുക്കാൻ പാടാണ്. ഞാൻ ഇതെല്ലാം ഇനി എടുത്ത് പുറത്ത് വെച്ചിട്ട് കാണിക്കാം. സോ അപ്പം ഇതായിരിക്കും ഇന്നത്തെ ഒരു വീഡിയോ. സോ എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് സ്കിൻ 1004 മഡഗസ്കാർ സെൻട്രല്ല ആംപൂൾ ഫോം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ക്ലെൻസറാണ്. ഇത് ഇങ്ങനെ ഇരിക്കും. അപ്പം ഈ ഒരു ക്ലെൻസറാണ് ഞാനിപ്പോൾ ഒരു 8-9 months മേലായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം മെയിനായിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് ഫോം ചെയ്യുന്ന ക്ലെൻസേഴ്സാണ് എപ്പോഴും ഇഷ്ടം. എനിക്ക് ഫോം ചെയ്യാണ്ട് ലാത്തർ ചെയ്യാൻ പറ്റാത്ത ക്ലെൻസേഴ്സ് എനിക്ക് പേഴ്സണലി ഒരു സാറ്റിസ്ഫാക്ഷൻ തരാറില്ല. അപ്പം ഞാൻ എപ്പോഴും കുറച്ച് ഫോം ചെയ്യുന്ന ക്ലെൻസേഴ്സാണ് തപ്പാറ്. അങ്ങനെ എനിക്ക് കിട്ടിയ ഒരു സാധനമാണ് ഈ ഒരു സെൻട്രലൈൻ്റെ ക്ലെൻസർ. അപ്പം ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് സെൻട്രല്ല ഏഷ്യാറ്റിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെർബിൻ്റെ എക്സ്ട്രാക്റ്റ് ആണ്. ദാറ്റ് ഹെർബ് ഈസ് നോൺ ടു ഹാവ് സോ മെനി ഹീലിംഗ് പ്രോപ്പർട്ടീസ് ഉണ്ട്.
അപ്പോൾ മെയിനായിട്ട് നമ്മുടെ സ്കിന്നിപ്പോൾ റെഡായിട്ടിരിക്കുക, അല്ലെങ്കിൽ കുറച്ച് ഇറിറ്റേറ്റഡ് ആണ്, അല്ലെങ്കിൽ കുറച്ച് ഇൻഫ്ലമേഷൻ ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള ടൈമിൽ ഭയങ്കര അടിപൊളിയായിട്ട് വർക്ക് ആവുന്ന ഒരു ക്ലെൻസറാണിത്. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന മെയിനായിട്ട് എൻ്റെ എല്ലാ ദിവസവും മോർണിംഗും നൈറ്റും ഞാൻ ക്ലെൻസർ യൂസ് ചെയ്യാറുണ്ട്. ഇത് ആക്ച്വലി 125 ml ആണ്. ബട്ട് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ചെറിയൊരു ട്യൂബ് ഉണ്ട്, ഇപ്പോഴും അത് അവൈലബിൾ ആണെന്ന് തോന്നുന്നു. ബിക്കോസ് ഞാനിത് കണ്ട്, ഐ മീൻ ഇത് ഇങ്ങനെ ഒരു ക്ലെൻസർ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ കയറി നോക്കിയപ്പോൾ ദർ വാസ് എ വെരി സ്മോൾ ട്യൂബ്. അത് ഭയങ്കര ചെറുതാണ് കേട്ടോ, ഒരു ട്രാവൽ ഫ്രണ്ട്ലി പാക്കേജ് പോലെ. അപ്പം ഞാൻ ആദ്യമേ അതാണ് വാങ്ങി യൂസ് ചെയ്ത് നോക്കിയത്, ടു സീ ഇഫ് ഇറ്റ് വർക്ക് ഓർ നോട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് വർക്കായി. പിന്നെയാണ് ഞാനിത് പർച്ചേസ് ചെയ്ത്. ഇപ്പോൾ ഓൾറെഡി ഒരു ഇത്ര ആയിട്ടുണ്ട്. സോ ഇതാണ് ഞാൻ എൻ്റെ റുട്ടീനിൽ ഫസ്റ്റ് ചെയ്യുന്ന സ്റ്റെപ്പ്, ഈസ് ടു ക്ലെൻസ് വിത്ത് ദിസ് വൺ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സ്ഫോളിയേഷനാണ്. എക്സ്ഫോളിയേഷന് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഓർഡിനറീൻ്റെ പീലിംഗ് സൊല്യൂഷനാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഓർഡിനറീൻ്റെ AHA 30%, BHA 2% പീലിംഗ് സൊല്യൂഷനാണ്. ഇതിനെപ്പറ്റി പറയുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് ഡിസ്ക്ലെയിമർ ഉണ്ട്. ഫസ്റ്റ് വൺ, ഒരിക്കലും ഇത് പാച്ച് ടെസ്റ്റ് ചെയ്യാണ്ട് യൂസ് ചെയ്യരുത്. ഇഫ് യു ആർ യൂസിങ് ഇറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം, പ്ലീസ് ഡു എ പാച്ച് ടെസ്റ്റ്. ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 2-3 ഇയേഴ്സ് ആയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഇത് നിങ്ങൾ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് ഒരിക്കലും ഒരു പാച്ച് ടെസ്റ്റ് ഇല്ലാണ്ട് യൂസ് ചെയ്യരുത്. ബിക്കോസ് ഇത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു എക്സ്ഫോളിയേറ്റർ ആണ്. അപ്പം ഇത് ഞാൻ എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നതിന് മുന്നേ ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റിയിട്ട് പറയാം. ഇതിൽ 30% AHA ഉണ്ട്, 2% BHA ഉണ്ട്. അപ്പം AHA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൽഫ ഹൈഡ്രോക്സി ആസിഡ്സ് ആണ്. ആൽഫ ഹൈഡ്രോക്സി ആസിഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടും നമ്മുടെ സ്കിന്നിൻ്റെ സർഫസ് ലെയറിലുള്ള ഒരു ഡെഡ് സ്കിൻസ് ഒക്കെ റിമൂവ് ചെയ്തിട്ട്, ഡെഡ് സ്കിൻ സെൽസ് റിമൂവ് ചെയ്തിട്ട് നമ്മുടെ സ്കിൻ കുറച്ചുകൂടി ഒന്ന് ഈവൻ ഔട്ട് ചെയ്യാൻ, സ്മൂത്ത് ആക്കാൻ, ബ്രൈറ്റ് ആക്കാനൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ BHA 2% ഉണ്ട്. BHA എന്ന് പറഞ്ഞാൽ ബീറ്റ ഹൈഡ്രോക്സി ആസിഡ്സ്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ പോഴ്സിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് പോഴ്സ് കുറച്ചുകൂടി അൺക്ലോഗ് ചെയ്യാൻ, ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യാൻ, അതേപോലെ ആക്നീസ് ഒക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ അതിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് മെയിനായിട്ടും ഈ പീലിംഗ് സൊല്യൂഷൻ ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ ഇത് യൂസ് ചെയ്യുന്നതിന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ മാക്സിമം 2 times ഇൻ എ വീക്ക്. അത് മാത്രമാണ് നമുക്കിത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഈവൻ ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഐ തിങ്ക് മോർ ദാൻ 2 years ആയിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ഇത്രയും നാളിൽ ഒരു വീക്കിൽ, ഈവൻ ദോ ദേ ആർ അഡ്വൈസിങ് 2 times യൂസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ കൂടിയും ഞാൻ 1 time മേലെ ഒരു വീക്കിൽ ഇത് യൂസ് ചെയ്തിട്ടില്ല. ബിക്കോസ് ഇത് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു എക്സ്ഫോളിയേറ്റിംഗ് പീലിംഗ് സൊല്യൂഷനാണ്. അപ്പോൾ ഈവൻ ഇഫ് യു ഗെസ് ആർ ഗോണ ട്രൈ ഇറ്റ്, മാക്സിമം 2, അതിന് മേലെ ഇത് യൂസ് ചെയ്യാൻ പാടില്ല ഒരു വീക്ക്. പിന്നെ നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത്, നമ്മുടെ ഇപ്പം സ്കിന്നിൻ്റെ അകത്ത് എന്തെങ്കിലും ഫ്രഷ് കട്ടുണ്ട്, ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഷേവ് ചെയ്തിട്ടിരിക്കുക, അല്ലെങ്കിൽ ത്രെഡ് ചെയ്തിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഈവൻ നമുക്കറിയില്ലെങ്കിൽ കൂടിയും കുറച്ച് ചെറുതായിട്ട് ചിലപ്പോൾ മൈന്യൂട്ടായിട്ടുള്ള കട്ട്സ് ഒക്കെ വന്നിട്ടുണ്ടാവും. അങ്ങനെ കട്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ആക്റ്റീവായിട്ടുള്ള ആക്നെ ഉണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ളൊരു ഇൻഫ്ലമേഷൻ ഉണ്ട്, അങ്ങനെയൊക്കെ ഉള്ള ടൈമിൽ അവോയ്ഡ് യൂസിങ് ദിസ്. ഇത് യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അത് ഞാൻ ഇതിനെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ഇപ്പം ഞാൻ ബിഫോർ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു. ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം 2 times യൂസ് ചെയ്യാവുള്ളൂ. ദെൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആക്റ്റീവ് ആക്നെ, ഫ്രഷ് കട്ട്സ് ഇങ്ങനെയൊന്നും ഉള്ളപ്പോൾ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. ഇനി ഇതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ ഒരു ക്ലെൻസറാണ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ. ഈ ക്ലെൻസർ വെച്ചിട്ട് ഞാൻ നല്ലപോലെ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലപോലെ പാട്രൈ ചെയ്യുക. ഒരു മൈക്രോഫൈബർ ക്ലോത്ത് വെച്ചിട്ടോ ഫേഷ്യൽ ടിഷ്യൂ വെച്ചിട്ടോ എങ്ങനെയും വെച്ചിട്ട്, വാട്ട് എവർ ഈസ് കംഫർട്ടബിൾ ഫോർ യു, നമ്മൾ സ്കിൻ നല്ല ഡ്രൈ ആക്കണം. ദ കീ ഈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സ്കിൻ ഒട്ടും ഡാമ്പായിട്ടിരിക്കാൻ പാടില്ല. നമ്മുടെ സ്കിൻ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിലേക്ക് ഇതിടാവുള്ളൂ. എന്ന് വെച്ചാൽ ഒട്ടും ഒരു ഡാമ്പായിട്ടുള്ള സ്കിന്നിൽ ഇത് അപ്ലൈ ചെയ്യാൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് നല്ലപോലെ വൈപ്പ് ചെയ്യുക ഫേസ് ആഫ്റ്റർ യു ക്ലെൻസ് യുവർ ഫേസ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇത് യൂസ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഡാർക്ക് റെഡ്, എന്ത് റെഡാണ് പറയാം, ഒരു ബ്ലഡ് റെഡ് കളറാണ് ഇതിരിക്കുന്നത്. അപ്പം ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ലെസ് ഇസ് മോർ എന്നുള്ള പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുക. ഒരുപാട് ഇതിനകത്ത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഫ്യൂ ഡ്രോപ്സ് അവിടെ ഇവിടെയും ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ഈവൻ ഔട്ട് ചെയ്യുക, അങ്ങനെ സ്കിന്നിലേക്ക് മൊത്തം ആക്കുക. അത്രയും മതി. നമ്മൾ ഒരുപാട് ഇട്ടുകൊണ്ട് കൂടുതൽ ബെനിഫിറ്റ് കിട്ടും അങ്ങനെ ഒന്നുമില്ല. ലെസ് ഇസ് മോർ എന്നുള്ള സാധനമാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഫ്യൂ ഡ്രോപ്സ് സ്കിന്നിൽ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നല്ലപോലെ ഒന്ന് ഈവൻ ഔട്ട് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. ദെൻ എത്ര ടൈം വെക്കാം എന്നുള്ളത്, മാക്സിമം ഓഫ് 10 minutes. 10 minutes മേലെ വെക്കരുത്. ഇപ്പം നമുക്ക് കുറച്ചുകൂടെ ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടിക്കോട്ടെ അങ്ങനെയൊന്നും ഇല്ല ഇതിൻ്റെ അകത്ത്. ബിക്കോസ്
കൂടുതലായി പോയിട്ടുണ്ടെങ്കിൽ ഇത് ദോഷമേ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ മാക്സിമം 10 മിനിറ്റ്സ് ഒരു ടൈം, ഞാൻ എപ്പോഴും ചെയ്യുന്നത് ഞാൻ ടൈമർ തന്നെ വെക്കും. അല്ലെങ്കിൽ ഞാൻ ഇതിട്ടിട്ട് ഞാൻ വേറെ എന്തെങ്കിലും പണിക്ക് പോയിട്ടുണ്ടെങ്കിൽ ഞാനത് മറന്നേ പോകും. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഒരു 10 മിനിറ്റ്സിൻ്റെ ടൈമർ ഇട്ടിട്ടാണ് ഞാനെപ്പോഴും ഇത് യൂസ് ചെയ്യാറുള്ളത്. നിങ്ങളും അതേപോലെ തന്നെ ഒരു ടൈമർ ഇട്ടിട്ട് വേണം ഇത് 10 മിനിറ്റ്സ് വെക്കാൻ. അത് കഴിഞ്ഞിട്ട് ലൂക്കോം വാട്ടറിൽ, ഞാൻ ചിലപ്പോൾ നോർമൽ വാട്ടറിലും വാഷ് ചെയ്യാറുണ്ട് കേട്ടോ. ലൂക്കോം വാട്ടറാണ് സജസ്റ്റ് ചെയ്യുന്നത്. ലൂക്കോം വാട്ടറിൽ നല്ലപോലെ കഴുകിക്കളയാം ആഫ്റ്റർ 10 മിനിറ്റ്സ്. ഓക്കെ, അപ്പം ഇതാണ് ഇത് ഹൗ ടു യൂസ് എന്നുള്ളൊരു സാധനം. ഇനി ആഫ്റ്റർ കെയർ, ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരിക്കലും ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞ ഉടനെ ഡയറക്റ്റ് ആയിട്ടുള്ള ആസിഡ്സോ വിറ്റമിൻ സിയോ റെറ്റിനോയിഡ്സോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല നമ്മുടെ ഫേസിൽ. ബിക്കോസ് ഇത് ഓൾറെഡി ഭയങ്കര ഒരു സ്ട്രോങ് ആയിട്ടുള്ള എക്സ്ഫോളിയേറ്റർ ആയതുകൊണ്ട് നമ്മുടെ സ്കിൻ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഉടനെ തന്നെ അതിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ആസിഡ്സോ വിറ്റമിൻ സിയോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. അറ്റ്ലീസ്റ്റ് ഫോർ നെക്സ്റ്റ് 48 hours നമ്മളത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, പിന്നെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് യൂസ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസം ഓൾവേസ് മേക്ക് ഷുവർ യു അപ്ലൈ ഗുഡ് സൺസ്ക്രീൻ. നല്ല ഒരു ബ്രോഡ് സ്പെക്ട്രം ഉള്ള ഒരു സൺസ്ക്രീൻ തന്നെ യൂസ് ചെയ്യുക. സൺ എക്സ്പോഷർ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. ബിക്കോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ, ഞാൻ പറഞ്ഞല്ലോ, ഇത് ഭയങ്കര ഒരു സ്ട്രോങ് ആയിട്ടുള്ള എക്സ്ഫോളിയേറ്റർ ആയതുകൊണ്ട് സ്കിൻ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. അപ്പം നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് സണ്ണിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മുടെ സ്കിന്നിന് ഹാം ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ തേഴ്സ്ഡേ നൈറ്റാണ് യൂസ് ചെയ്യുന്നത്. കാരണം എനിക്കറിയാം ഫ്രൈഡേ ഞാൻ പുറത്തൊന്നും പകൽ പോകുന്നില്ല. ബിക്കോസ് എനിക്ക് വർക്ക് ഉണ്ട്. സോ ഐ ബി ലൈക്ക് ഹോമിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് ഞാനിപ്പോൾ തേഴ്സ്ഡേ നൈറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ആവുന്ന ഒരു ടൈം ഏതാണെന്ന് നോക്കി നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഈവൻ ഇഫ് ഞാൻ വീട്ടിൽ ഇരിക്കുകയാണെങ്കിലും ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യും കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഡയറക്റ്റ് സൺ എക്സ്പോഷർ എത്ര എനിക്ക് കുറയ്ക്കാവോ അത്ര ഞാൻ നോക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഈവൻ ഇഫ് യു ഗൈസ് ആർ ഡിസൈഡിങ് ടു സ്റ്റേ ഇൻ, അപ്പോഴും സൺസ്ക്രീൻ യൂസ് ചെയ്യുക. ഇല്ലെങ്കിൽ കൂടിയും സൺസ്ക്രീൻ ഇട്ടിട്ട് മാത്രം ഇതിൻ്റെ നെക്സ്റ്റ് ഡേ പുറത്തു പോവുക. അപ്പോൾ അതാണ് ഇതിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇപ്പോൾ ഞാനിത് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ കാണിക്കാം. ഈ ഒരു സൺസ്ക്രീനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ബ്യൂട്ടി ഓഫ് ജോസിൻ്റെ റിലീഫ് സൺ റൈസ് പ്ലസ് പ്രോബയോട്ടിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൺസ്ക്രീനാണ്. ഈ സൺസ്ക്രീനാണ് ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ എപ്പോഴും വീട്ടിലിരിക്കുകയാണെങ്കിലും പുറത്ത് പോവുകയാണെങ്കിലും ഒക്കെ ഞാൻ ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യാറുണ്ട്. എസ്പെഷ്യലി ഞാൻ ഈ എക്സ്ഫോളിയേഷൻ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ഞാൻ എപ്പോഴും ഈ ഒരു സൺസ്ക്രീൻ ഇടാൻ എപ്പോഴും ഓർത്തിരിക്കാറുണ്ട്. സോ യു ഗൈസ് ഷുഡ് ഓൾസോ ഡു ദാറ്റ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു നല്ല ടോണർ യൂസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ നമ്മൾ 10 മിനിറ്റ്സ് നമ്മുടെ എക്സ്ഫോളിയേറ്റ് ചെയ്യുന്ന ഒരു പീലിംഗ് മാസ്ക് വെച്ചു, ലൂക്കോം വാട്ടറിൽ വാഷ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് നമ്മൾ ഫേസ് നല്ലപോലെ ഡ്രൈ ആക്കി കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു ടോണറാണ് യൂസ് ചെയ്യുന്നത്. ഇത് ടോണി മോളിൻ്റെ വണ്ടർ സെറാമൈഡ് മോച്ചി ടോണറാണ്. ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ബിഗ് ബോട്ടിലാണ്. എനിക്കിത് എപ്പോൾ കഴിയുമെന്ന് പോലും അറിയില്ല. ബിക്കോസ് ദിസ് ഇസ് ലൈക്ക് 500 ml, ഹാഫ് എ ലിറ്റർ ഉണ്ട്. ഇത് അത്രയും ബിഗ് ആയിട്ടുള്ള ഒരു ബോട്ടിലാണ്. ആക്ച്വലി എനിക്ക് യൂസ് ചെയ്യുന്നത് 2 months എന്തോ ആയി. പക്ഷേ സ്റ്റിൽ കണ്ടോ ഇത്രേ ആയിട്ടേ ഉള്ളൂ. കാരണം ടോണർ നമുക്ക് കുറച്ച് മതിയല്ലോ. അപ്പോൾ ഇത് ഇത്രയും യൂസ് ചെയ്ത് കഴിയാൻ നല്ല ടൈം എടുക്കും. അപ്പോൾ ഇത് ഞാനെങ്ങനെ യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഡയറക്റ്റ് എപ്പോഴും ടോണർ കയ്യിലേക്ക് തന്നെ എടുത്തിട്ട് ജസ്റ്റ് ഫേസിലേക്ക് പാറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷേ അല്ലാത്തപ്പം ചില ആൾക്കാർ നമ്മുടെ കോട്ടൺ പാഡിലേക്ക് എടുത്തിട്ട് കോട്ടൺ പാഡ് ഡാബ് ചെയ്യാറുണ്ട് ഫേസിൽ. ഞാൻ നേരെ കയ്യിലേക്ക് തന്നെ എടുക്കാറുള്ള. ഇതിനൊരു ഇതുണ്ട്, ഒരു മിൽക്കി ഒരു കൈൻഡ് ഓഫ് ഒരു കൺസിസ്റ്റൻസി ആണുള്ളത്. അപ്പം ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കോണ്ടൻറ്റ് എന്ന് പറയുന്നതും സെറാമൈഡും, പിന്നെ സെറാമൈഡ് ഒബ്വിയസ്ലി നമ്മുടെ സ്കിന്നിൻ്റെ ബാരിയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ സെൻറ്റല, നേരത്തെ ഉണ്ടായിരുന്ന എൻ്റെ ക്ലെൻസറിലുള്ള സെയിം ഒരു ഇതാണ്. സെൻറ്റലൈൻ്റെ എക്സ്ട്രാക്ട്സ് ഉണ്ട്, ഹീലിംഗ് പ്രോപ്പർട്ടീസ് ഉണ്ട്, ഹൈഡ്രേഷൻ തരും, സ്കിൻ ബാരിയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഓൾസോ ഹൈലൂറോണിക് ആസിഡ് പോലത്തെ കാര്യങ്ങളും ഉണ്ട്. അതും നമ്മുടെ സ്കിന്നിൻ്റെ ഹൈഡ്രേഷന് വേണ്ടിയിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം ഇവർ ക്ലെയിം ചെയ്യുന്നതെന്ന് പറയുന്നത് ലീവിങ് യു വിത്ത് എ ബൗൺസി മോച്ചി ലൈക്ക് സ്കിന്നാണ്. മോച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഒരു ജാപ്പനീസ് റൈസ് കേക്കാണ്. അപ്പം ആ ഒരു റൈസ് കേക്ക് പോലെ ഭയങ്കര പ്ലംപി ബൗൺസി സ്കിൻ തരും എന്നാണ് പറയുന്നത്. ഇത് ആക്ച്വലി നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സ്കിന്നിൽ നിന്ന് ഒരു എന്താ പറയുന്നത്, ഉള്ളിൽ നിന്നൊരു ഗ്ലോ പോലത്തെ സാധനമില്ലേ, അതുണ്ടാവും എപ്പോഴും. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൽ ആർട്ടിഫിഷ്യൽ ഫ്രാഗ്രൻസോ കളറോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ടോണർ. പക്ഷേ ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 2 months ആയുള്ളൂ പറഞ്ഞില്ലേ. അതിന് മുന്നേ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഫേസ് ഷോപ്പിൻ്റെ റൈസ് സെറാമൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടോണറായിരുന്നു. ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവും, ഫുൾ ഞാൻ തീർത്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് മാറിയത്. ഇതും ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു ടോണർ തന്നെയായിരുന്നു. ഇതിൻ്റെ അകത്തും ആണെങ്കിലും സെറാമൈഡാണ്, സ്കിൻ ബാരിയറിന് ഭയങ്കര അടിപൊളിയായിട്ടുള്ള സാധനമാണ്.
ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഞാൻ തീർന്നു കഴിഞ്ഞപ്പം ഞാൻ വെറുതെ വേറെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബിക്കോസ് ടോണേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വൺസ് വാങ്ങിക്കഴിഞ്ഞാൽ കുറേ ടൈം എടുക്കും അത് തീരാൻ. അപ്പോൾ ഞാനിങ്ങനെ ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു അതൊന്ന് തീർന്നിട്ട് മറ്റേത് വാങ്ങാൻ വേണ്ടി. അപ്പോൾ ഇത് തീർന്നു കഴിഞ്ഞപ്പം ഞാൻ നെക്സ്റ്റ് വൺ ട്രൈ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ അതാണ് ടോണർ. ഓക്കെ, അപ്പോൾ ടോണിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഷീറ്റ് മാസ്ക് ഇടുന്ന പരിപാടിയാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ എന്തിനാണ് ടോണറൊക്കെ ഇട്ട് സ്കിൻ റെഡി ആക്കുന്നതെന്ന്. ഞാൻ എപ്പോൾ ഒരു സ്റ്റീറ്റ് മാസ്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിന് മുന്നേ ഞാൻ ടോണർ ഇടും, ഷീറ്റ് മാസ്ക് ഇടും, പിന്നെ അത് കഴിഞ്ഞിട്ട് അത് റിമൂവ് ചെയ്തിട്ട് എപ്പോഴും മോയ്സ്ചറൈസർ ഇട്ട് അത് ലോക്ക് ചെയ്യും. ഈ ഒരു 3 സ്റ്റെപ്പാണ് എൻ്റെ ഷീറ്റ് മാസ്കിൻ്റെ, എപ്പോഴൊക്കെ ഞാൻ ഷീറ്റ് മാസ്ക് ഇട്ടാലും ഞാൻ ഫോളോ ചെയ്യുന്ന 3 സ്റ്റെപ്സ്. അപ്പം ഇതെന്ന് പറയുന്നത് ടോണി മോളിൻ്റെ ആൻഡ് ആലോ എന്ന് പറയുന്ന ഒരു ഷീറ്റ് മാസ്ക് ആണ്. ഞാൻ ആക്ച്വലി ഇപ്പം ഈ ഒരു റുട്ടീനൊക്കെ കഴിഞ്ഞിട്ടിരിക്കുക കേട്ടോ. ഇന്നലെ അല്ല, ബിക്കോസ് ഇതിപ്പോൾ ഞാൻ സൺഡേ ആയിരിക്കും ഇടുക. അപ്പോൾ ഇന്നലെ എന്ന് പറഞ്ഞാൽ സാറ്റർഡേ അല്ല, ഞാൻ തേഴ്സ്ഡേ രാത്രി തന്നെയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഞാൻ ആക്ച്വലി യൂസ് ചെയ്തത് റൈസ് എന്ന് പറഞ്ഞിട്ട്, എനിക്ക് തോന്നുന്നു ഇവിടെ ഇപ്പം മോയ്സ്ചറൈസിങ് ആണെങ്കിൽ അതിൽ റൈസ് വാട്ടർ എക്സ്ട്രാക്ട്സ് ആയിരുന്നു. അപ്പോൾ അത് ബ്രൈറ്റനിങ് ആയിരുന്നു എന്ന് തോന്നുന്നു. ഇതിലിപ്പോൾ ആലോവേറയാണ് മെയിൻ ആയിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. ഞാൻ മോസ്റ്റ് ഓഫ് ദ ടൈം ടോണി മോളിൻ്റെ അല്ലെങ്കിൽ ക്വെഞ്ചിൻ്റെ ഈ 2 ബ്രാൻഡ്സിൻ്റെ ഷീറ്റ് മാസ്ക് ആണ് ഞാൻ എപ്പോഴും തന്നെ യൂസ് ചെയ്യാറുള്ളത്. ഇത് ഭയങ്കര അടിപൊളിയാണ്, എനിക്കിഷ്ടമാണ് ടോണി മോളിൻ്റെയും അതേപോലെ തന്നെ ക്വെഞ്ചും, രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നൈക്കയിലൊക്കെ എപ്പോഴും ഓഫേഴ്സിലുണ്ടാവും, ലൈക്ക് ബൈ 5 get 5 എന്നുള്ള രീതിയിലാണെന്ന് തോന്നുന്നുണ്ടായിരുന്നു. അതെയോ ബൈ 1 get 1 ആണോ? ഐ തിങ്ക് ബൈ 5 get 5 ആണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ഇപ്പോൾ ആലോ ഉണ്ട്, ലെമൺ ഉണ്ട്, ടൊമാറ്റോ, റൈസ്, ഹണി, അങ്ങനെ കുറേ ഉണ്ട് അവർക്ക്. അപ്പോൾ ഞാൻ എപ്പോഴും, എനിക്ക് റൈസ്, ടൊമാറ്റോ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്കിഷ്ടമുള്ളത് ഞാൻ ചിലപ്പോൾ ഒരു 2 എണ്ണം വെച്ച് വാങ്ങും. ബാക്കിയൊക്കെ ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടി 10 എണ്ണം നമുക്ക് വാങ്ങാമല്ലോ, ബൈ 5 get 5 ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഏതെങ്കിലുമൊക്കെ മിക്സ് ചെയ്ത് വാങ്ങും എല്ലാം ട്രൈ ചെയ്യാൻ വേണ്ടി. അപ്പം ഞാൻ എപ്പോഴും പിന്നെ ഷീറ്റ് മാസ്ക് സ്റ്റോർ ചെയ്യുന്നത് ഫ്രിഡ്ജിലായിരിക്കും കേട്ടോ, റെഫ്രിജറേറ്ററല്ല, ഫ്രീസറിലല്ല, താഴെ ഫ്രിഡ്ജിലായിരിക്കും ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത്, വെക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഷീറ്റ് മാസ്ക്. അപ്പം ഷീറ്റ് മാസ്ക് ഇപ്പോൾ ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറയേണ്ട ആവശ്യമില്ല. ടോണർ ഇട്ട ഉടനെ തന്നെ ഞാൻ ഷീറ്റ് മാസ്ക് ഇടും കേട്ടോ. ടോണർ ഇട്ട് കഴിഞ്ഞിട്ട് ഷീറ്റ് മാസ്ക് ഓപ്പൺ ചെയ്ത് ഇടും. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് വെച്ചേക്കുന്നത്, ഇതിൽ അവർ പറഞ്ഞേക്കുന്നത് ലീവ് ഫോർ 20 to 30 minutes എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഞാൻ ഇതിൽ പറയുന്ന പോലെ തന്നെ ഇതും ഞാൻ ടൈമർ വെച്ചിട്ട് തന്നെ ഒരു 20-30 minutes വെച്ചിട്ട് ഞാൻ ഊരുന്നത് എപ്പോഴും അത്. അപ്പം നമ്മൾ കൂടുതൽ നേരം വെച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് കിട്ടും അങ്ങനെയൊന്നുമില്ല. കാരണം ഇത് നമ്മുടെ ഫേസിൽ നിന്ന് ഡ്രൈ ആയി പോയിട്ടുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ നമ്മുടെ സ്കിന്നിന് ബാഡ് ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഞാനത് സ്കിൻ ഭയങ്കര എന്താണോ ഇവർ പറയുന്നത് അതേപോലെ തന്നെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ 20-30 minutesലേക്ക് ടൈമർ ഇടും, എന്നിട്ട് അത്രയും നേരം വെക്കും. ആ സമയത്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ പരിപാടിക്ക് പോകും, എന്നിട്ട് ഞാൻ റിമൂവ് ചെയ്യും. അതാണ് ഞാൻ ചെയ്യാറുള്ളത്. പിന്നെ ഇതിൻ്റെ ഉള്ളിലും കുറച്ച് കാണുമല്ലോ, അപ്പോൾ അതൊക്കെ ഞാനെടുത്ത് കയ്യിലും കഴുത്തിലും ഒക്കെ ഇടാറുണ്ട്. അതാണ് ഈ ഒരു ഷീറ്റ് മാസ്കിൻ്റെ പരിപാടി. ഓക്കെ, ഷീറ്റ് മാസ്ക് ഇട്ട് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോയ്സ്ചറൈസിങ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എപ്പോൾ ഷീറ്റ് മാസ്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യം ഞാൻ ടോണർ ഇടും, എന്നിട്ട് ഞാൻ ഷീറ്റ് മാസ്ക് അപ്ലൈ ചെയ്യും, എന്നിട്ട് ഷീറ്റ് മാസ്ക് റിമൂവ് ചെയ്തിട്ട് ഞാൻ എപ്പോഴും മോയ്സ്ചറൈസർ വെച്ചിട്ട് ലോക്ക് ചെയ്യും അതിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ. അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസർ ഞാൻ എല്ലാ ദിവസവും ഞാൻ 2 മോയ്സ്ചറൈസേഴ്സാണ് ആക്ച്വലി ഈ ഒരു സ്റ്റെപ്പിൽ ഈ ഒരു റുട്ടീനിൽ യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ 2 എണ്ണം യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു റൊട്ടീൻ ആയതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ മോസ്റ്റ് ഓഫ് ദ ടൈം ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസറെ യൂസ് ചെയ്യാറുള്ളൂ. അപ്പം ഇതെന്ന് പറയുന്നത് ഈ ഒരു മോയ്സ്ചറൈസറാണ്, അഡ്വാൻസ്ഡ് സ്നെയിൽ 92 all-in-one ക്രീം ബൈ കൊസാറിക്സ്. ഇതിൽ 92% സ്നെയിൽ സെക്രീഷൻ ആണെന്നാണ് പറയുന്നത്. ഇത് കുറച്ചൊരു ഹെവി ആണ് കേട്ടോ. മറ്റേ നമ്മുടെ സ്നെയിൽ മ്യൂസിൻ്റെ സിറം പോലെ ഭയങ്കര ഒരു ലൈറ്റ് വെയ്റ്റ് അല്ല, ഇതിന് നല്ല തിക്ക് കൺസിസ്റ്റൻസിയാണ്. ഒരു കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ സിനിമാറ്റിക് മോഡിലല്ല ഇട്ടേക്കുന്നത്, അതുകൊണ്ട് ഇത് ഫോക്കസ് ആവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പം ഈ ഒരു സാധനം എന്ന് പറയുന്നത് ഭയങ്കര ഒരു എന്താ പറയുക, തിക്കായിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ്. ഞാനിത് യൂസ് ചെയ്യുന്നത് തന്നെ ഈ ഒരു ഇത്രയും പരിപാടികൾ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് കുറച്ച് ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ഹൈഡ്രേഷൻ കിട്ടിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഈ ഒരു മോയ്സ്ചറൈസർ എപ്പോഴും യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ 2 എണ്ണമൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ ഇങ്ങനത്തെ ഒരു റുട്ടീൻ ആയതുകൊണ്ട് മാത്രമാണ്, ബിക്കോസ് എസ്പെഷ്യലി നമ്മൾ പീലൊക്കെ ഇടുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത്. ഇതിൽ മെയിനായിട്ടും 92% സ്നെയിൽ സെക്രീഷനാണ് ഉള്ളത്. അപ്പോൾ ഇത് കുറച്ച് തിക്കായിട്ട് ഇരിക്കും. മെയിനായിട്ട് സ്കിന്നിനൊരു പ്രൊട്ടക്ഷനാണ് കൊടുക്കുന്നത്. മറ്റേ നമ്മുടെ സ്നെയിൽ മ്യൂസിൻ സിറം ആണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി എന്താ പറയുന്നത്, ഹൈഡ്രേഷൻ ആണെങ്കിൽ ഇത് കുറച്ചും കൂടി ഒരു പ്രൊട്ടക്ഷൻ്റെ സൈഡിലേക്ക് വരുന്ന രീതിയിലുള്ള ഒരു മോയ്സ്ചറൈസറാണ്. ഫസ്റ്റ് അപ്പോൾ ഞാൻ ഇത് അപ്ലൈ ചെയ്യും, അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു മോയ്സ്ചറൈസറും കൂടി അപ്ലൈ ചെയ്യും. ഇത്
ഈ ഒരു മോയ്സ്ചറൈസറാണ്. ഇത് ഫോർമുല RXൻ്റെ ബാരിയർ പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. ഇത് ഞാൻ ഒരു 2-3 മന്ത്സേ ആയിട്ടുള്ളൂ കേട്ടോ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ബട്ട് ഇത് ഭയങ്കര അടിപൊളിയാണ്. അതുവരേക്കും ഞാൻ വേറൊരു മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്കത് പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല, ഞാൻ വെറുതെ അങ്ങ് കുറേ നാളായി അത് യൂസ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ജസ്റ്റ് ഒന്ന് വേറെ ട്രൈ ചെയ്യണമെന്ന് തോന്നിയപ്പോൾ ഞാൻ ഇതിലേക്ക് സ്വിച്ച് ചെയ്തതാണ്. ഇതിൻ്റെ അകത്ത് പെപ്റ്റൈഡ് ഉണ്ട്. പെപ്റ്റൈഡ് എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മുടെ സ്കിൻ ഭയങ്കര ഫേം ആക്കാൻ ഹെൽപ്പ് ചെയ്യും. സെറാമൈഡ് ഉണ്ട്. സെറാമൈഡ് എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ദ ബെസ്റ്റ് തിങ് ഫോർ യുവർ സ്കിൻ ബാരിയർ ആണ്. ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ടുള്ളത്. ഇതിൽ മൊത്തത്തിൽ ഞാൻ സ്കിൻ ബാരിയറിന് ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്, ബിക്കോസ് എക്സ്ഫോളിയേഷൻ നടക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു മോയ്സ്ചറൈസറിൽ കുറേ ഹ്യൂമെക്റ്റൻസ് ഉണ്ട്. ഹ്യൂമെക്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഹൈഡ്രേഷൻ തരുന്ന പോലെ ഹൈലൂറോണിക് ആസിഡ് ഉണ്ട്. പിന്നെ എന്താ ഇതിൻ്റെ അകത്തുള്ളത്, ഗ്ലിസറിൻ ഉണ്ട്. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. പാന്തനോൾ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ സ്കിന്നിന് ഹൈഡ്രേഷൻ തരാനും നല്ലൊരു ഇൻറ്റൻസ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഷൻ തരാൻ വേണ്ടിയിട്ടും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ എസ്പെഷ്യലി ഷീറ്റ് മാസ്ക് ഒക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ശരിക്കും അതിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ, നമ്മളിപ്പോഴും മോയ്സ്ചറൈസർ ഇടുന്നത് നമ്മൾ അതിന് മുന്നേ ഇട്ട സംഭവങ്ങളൊക്കെ ഒന്ന് ലോക്ക് ചെയ്യുന്ന പോലെയും പ്ലസ് നമ്മുടെ സ്കിന്നിനൊരു ഹൈഡ്രേഷനുമാണ്. അപ്പോൾ ആ ഒരു ഷീറ്റ് മാസ്കിൻ്റെ ഒക്കെ എഫക്ട്സ് ഒന്ന് ലോക്ക്ഡ് ഇൻ ആവും. ഓൾസോ നമുക്ക് നല്ലൊരു ഹൈഡ്രേഷൻ കിട്ടും. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നതും ഇതിന് സെൻറ്റ് ഒന്നും ഇല്ല കേട്ടോ, ഒരു സ്മെല്ലും ഇല്ല. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ കുറച്ചൊരു തിക്കാണ്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ചിലപ്പം ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സ്കിൻ ഉള്ളവർക്ക് നല്ലതാണ്. പക്ഷെ അതല്ലെങ്കിൽ കുറച്ചൊരു ഹെവി ആയിട്ട് ചിലപ്പോൾ ഇത് ഫീൽ ചെയ്യുമായിരിക്കും. പക്ഷെ എനിക്കിത് അടിപൊളിയായിട്ടാണ് തോന്നാറുള്ളത്. ഇതാണ് നെക്സ്റ്റ്. ഇത് രണ്ടും യൂസ് ചെയ്യണമെന്നില്ല കേട്ടോ, ഞാൻ വെറുതെ ഒരു എക്സ്ട്രാ ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലാണ്. പിന്നെ എൻ്റെ കയ്യിൽ എനിഹൗ ഇതിരിപ്പുണ്ട്. അപ്പം ഞാൻ ഇത് രണ്ടും കൂടെ ഇങ്ങ് പെയർ ചെയ്തിട്ടാണ് ഞാൻ എപ്പോഴും ഈ ഒരു റൊട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യാറുള്ളത്. പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു റീസെറ്റ് ആണല്ലോ. അപ്പം ഞാൻ ലിപ്പിന് ഇതും കൂടി ഇടും. ഇത് ലനേജിൻ്റെ ലിപ് സ്ലീപ്പിംഗ് മാസ്ക് ആണ്. ബറി ഇതിലുള്ളതാണിത്. ഈ ഒരു സ്ലീപ്പിംഗ് മാസ്ക് ആണിത്. ഇത് അടിപൊളിയാണ്. ഞാൻ യൂഷ്വലി ഇത് സ്ലീപ്പിംഗ് മാസ്ക് ആയതുകൊണ്ട് ഇത് രാത്രി മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. പകലൊക്കെ ഞാൻ മോസ്റ്റ് ഓഫ് ദ ടൈം വാസ്ലിൻ്റെ തന്നെ ഒരു അത് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടില്ല. വാസ്ലിൻ്റെ തന്നെ ഒരു ചെറിയൊരു വട്ടത്തിലുള്ളൊരു ഡബ്ബുണ്ട്, ഒരു ചെറുത്. അതാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. ഇതാ ഇതിന് ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി ആണുള്ളത്. അപ്പോൾ ഇതും ഞാൻ കുറേ ആയി വാങ്ങിയിട്ട്, പക്ഷെ കുറച്ച് പോരെ നമുക്ക് ലിപ്പിലേക്കൊക്കെ. അപ്പം അതുകൊണ്ടും ഇതും കുറച്ചാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്താണേലും ഷിയ ബട്ടർ ഉണ്ട്, ഗ്ലിസറിൻ ഉണ്ട്. അങ്ങനെ നല്ല ഹൈഡ്രേഷൻ തരുന്ന പോലത്തെ നമ്മുടെ ലിപ്പിന് നല്ല സോഫ്റ്റ് ആൻഡ് സപ്പിളാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറേ സംഭവങ്ങളുണ്ട്. ഇതും അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഞാൻ ഇതിൻ്റെയൊക്കെ കൂടെ ലാസ്റ്റായിട്ട് ലിപ്പിനും കൂടെ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടാണ് ഈ ഒരു പരിപാടി നിർത്താറുള്ളത്. സോ ദിസ് ഈസ് ദ ലാസ്റ്റ് സ്റ്റെപ്പ്, ലിപ് സ്ലീപ്പിംഗ് മാസ്ക്. ഓക്കെ, അപ്പോൾ അതാണ് എൻ്റെ ഒരു സ്കിൻ റീസെറ്റ് റൊട്ടീൻ, ഒരു തേഴ്സ്ഡേ റീസെറ്റ് റൊട്ടീൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിൽ ഞാൻ എത്ര സ്റ്റെപ്സ് കാണിച്ചു, 1 2 വേണ്ട എണ്ണുന്നില്ല, എത്രയോ സ്റ്റെപ്സ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന പരിപാടികൾ. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഒരു ഡിസ്ക്ലെയിമർ പോലെ പറയുകയാണ്, എനിക്ക് സത്യം പറഞ്ഞാൽ സ്കിൻ കെയർ വീഡിയോസ് ചെയ്യാൻ കുറച്ചൊരു പേടിയാണ്. ബിക്കോസ് എന്തെങ്കിലും ആയി പോയാലോ നമ്മൾ പറഞ്ഞിട്ട് എന്നുള്ളൊരു ടെൻഷൻ ഉണ്ട്. ലൈക്ക് ഒബ്വിയസ്ലി എനിക്ക് വർക്ക് ആയതാണ് പറയുന്നത്. ഇതിപ്പോൾ ഞാനൊരു എന്താ പറയുക, ഡെഫിനറ്റ്ലി ഒരു 2 years ആയിട്ട് അല്ലെങ്കിൽ 2+ years ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്നാൽ കൂടിയും നമ്മുടെ എല്ലാവരുടെയും സ്കിൻ ഡിഫറെൻ്റ് ആണ്. സോ വാട്ട് വർക്ക്സ് ഫോർ മീ മേ നോട്ട് വർക്ക് ഫോർ യു. അപ്പോൾ ആ ഒരു സാധനം എപ്പോഴും മൈൻഡിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. എസ്പെഷ്യലി ഏതെങ്കിലും പ്രോഡക്റ്റ്, എസ്പെഷ്യലി എന്താ പറയുന്നത്, നമ്മുടെ എക്സ്ഫോളിയേറ്റിംഗ് പീലൊക്കെ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പ്ലീസ് ഡു എ പാച്ച് ടെസ്റ്റ് ബിഫോർ യൂസിങ്. എപ്പോഴും അത് ചെയ്യുക. ആൻഡ് ഓൾസോ മാക്സിമം 2 times ഇൻ എ വീക്ക്. ഇപ്പം ഞാനിപ്പോൾ ഇത് 2 years ആയിട്ട് പോലും ഞാനത് മോർ ദാൻ ഒരു 1 time ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പം മാക്സിമം ഈവൻ ഇഫ് യു ആർ ഗോണ യൂസ് ഇറ്റ് 2 timesലേക്ക് ലിമിറ്റ് ചെയ്യുക. പിന്നെ ഇപ്പോൾ നമുക്ക് കുറച്ച് ഓൺലൈനിലൊക്കെ കുറേ റിവ്യൂസൊക്കെ ഒരു പ്രോഡക്റ്റിനെ പറ്റിയിട്ട് ഭയങ്കര ഹൈപ്പൊക്കെ കേൾക്കുമ്പോൾ ഇപ്പോൾ എനിക്കാണേലും അത് വാങ്ങി നോക്കണം എന്നൊക്കെ ഭയങ്കര ഇതാണ്. പക്ഷേ നമുക്കത് വർക്ക് ആവണം. ലൈക്ക് ഈവൻ ഇഫ് യു ഹിയർ thousands of good reviews about a product, നമുക്കത് വർക്ക് ആവണമെന്നില്ല. നമ്മുടെ സ്കിന്നിന് എന്താണ് ബെസ്റ്റ് എന്ന് നമുക്കാണ് അറിയുന്നത്. കുറേ ഇങ്ങനെ എന്താ പറയുന്നത്, ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വഴിയിട്ട് നമുക്ക് തന്നെ അത് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു ക്ലെൻസർ ആണെങ്കിലും ഞാൻ ആദ്യം അതിൻ്റെ ചെറിയ ഒരു ട്യൂബ് വാങ്ങി നോക്കിയിട്ട് എനിക്ക് വർക്ക് ആവുന്നുണ്ട്, ദിസ് ഇസ് വാട്ട് ഐ നീഡ് എന്നുള്ളൊരു സാധനം കിട്ടിയപ്പോഴാണ് ബിഗ്ഗർ വണ്ണിലേക്ക് മാറിയത്. ഇതും നിങ്ങളും അതേപോലെ തന്നെ ഇത് യൂസ് ചെയ്യുക. സോ ഇനി ഈ പ്രോഡക്ട്സ് ഞാനിപ്പോൾ യൂസ് ചെയ്ത എല്ലാ പ്രോഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. സോ ഡു ചെക്ക് ഔട്ട്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.